ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കം തന്നെ ലാലേട്ടൻ ഓരോ കുടുംബാംഗങ്ങളോടും ചോദിച്ചു, എത്ര ദിവസമായി നിങ്ങൾ വന്നിട്ടെന്ന് അറിയോ? പലർക്കും പല കൗണ്ടാട്ടോ. എന്നാൽ 93 ദിവസമായെന്ന് ഓർത്ത് വെച്ചുകൊണ്ട് അനീഷ് അത് എല്ലാവരോടും മുമ്പിൽ വെച്ച് ലാലേട്ടനൊന്ന് പറയണ്ടേ. അത് കഴിഞ്ഞതാ ലാലേട്ടൻ ആ ഒരു ടാസ്ക് നടത്തിയിരിക്കുകയാണ്. ആ ടാസ്ക് നടത്തുന്നതിനേക്കാൾ ഉപരി ഒരു പക്ഷേ ഇവർ തമ്മിലുള്ള ഒരു സൗഹൃദം പ്രേക്ഷകരെ കാണിച്ചിരിക്കുകയാണ്. വഴക്കും ബഹളവും ഒക്കെ പുറത്ത് മാത്രമാണ്. അകത്ത് മത്സരാർത്ഥികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും അവരുടെ സ്നേഹം ദാ ഇപ്പോൾ എപ്പിസോഡിൽ തുറന്ന് കാണിച്ചുകൊണ്ട് കേട്ടോ ലാലേട്ടൻ എത്തിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാർ ടാസ്കിൽ നിവിൻ ഓടിപ്പോകുന്നു. ബിഗ് ബോസ് പ്രത്യേകം പറയുണ്ടായിരുന്നു, 1,10,000 രൂപ വീതം 10 കെട്ടുകൾ ഉണ്ടാകും. 1 ലക്ഷം രൂപയാണ്, 1 മിനിറ്റ് മാത്രമാണ് സമയമുള്ളത്. കറക്റ്റായിട്ട് സമയത്തിനുള്ളിൽ കയറിയില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു പോകേണ്ടി വരും എന്ന് പ്രത്യേകം എടുത്ത് പറയുണ്ടായിരുന്നു. മെയിൻ ഡോർ ഓപ്പൺ ആയി ടിപ്സും കാര്യങ്ങളൊക്കെ ഇതിന് മുമ്പ് ടാസ്ക് കളിച്ചവരൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് തോന്നുന്നു നിവിൻ കൗണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇവരോടുള്ള വിശ്വാസമാണ് നിവിൻ അവിടെ ഉണ്ടായിരുന്നത്. അവർ തീർച്ചയായിട്ടും കൂവും അല്ലെങ്കിൽ വിളിച്ച് പറയും തിരിച്ചു വരാനായിട്ട്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നിവിൻ നേരെ കാറിലേക്ക് ഓടിപ്പോവുകയാണ്. കൗണ്ട് ചെയ്യുകയോ സമയം നോക്കുകയോ ഒന്നുമില്ല. സാധാരണ ഞാൻ കരുതിയത് നിവിൻ കൗണ്ട് ചെയ്യും, മനസ്സിലെങ്കിൽ ഇങ്ങനെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ നിവിൻ കൗണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. കാറിൻ്റെ എല്ലാ വശവും തുറന്നു നോക്കി പൈസ എടുത്തു. 50,000 രൂപയാണ് നിവിൻ എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഡോർ അടയാറായപ്പോഴാണ് കേട്ടോ അകത്തേക്ക് കയറുന്നത്. എന്തായാലും കൗണ്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിലും ബിഗ് ബോസിൻ്റെ അവിടെ സ്പീക്കർ ഉണ്ടായിരുന്നു, കൗണ്ടിങ് സ്പീക്കർ ഉണ്ടായിരുന്നു. എന്തായാലും അതുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യം ഉണ്ടായില്ല. ടൈം ഒട്ടും തന്നെ വേസ്റ്റ് ആക്കാതെ 50,000 രൂപ കൊണ്ട് വീടിനകത്തേക്ക് കയറി. അത്രേ കിട്ടിയുള്ളൂ എന്ന് ലാലേട്ടൻ ചോദിച്ചപ്പോൾ നിവിൻ പറയുന്നത് അത് തന്നെ കൂടുതലാണ്. നിവിനെ സംബന്ധിച്ച് നിവിൻ പറയുന്നത്, എനിക്ക് ഇത് തന്നെ മതി, ഇത് ഒരുപാടുണ്ട്, എനിക്ക് ഒരുപാട് ബജ്ജി വാങ്ങിച്ച് കഴിക്കാം, ഇതിനൊരു 1,000-2,000 ഞാൻ ബജ്ജി വാങ്ങിച്ച് കഴിക്കുമെന്ന്. പിന്നെ വേറെ ആർക്കെങ്കിലും പൈസ കൊടുക്കാൻ താല്പര്യമുണ്ടോ നിവിന് എന്ന് ചോദിച്ചപ്പോൾ അനീഷ് 6,000 രൂപത്തോളം കൊടുക്കാമെന്ന് പറഞ്ഞു, ഷാനവാസ് 4,000 രൂപത്തോളം കൊടുക്കാമെന്ന് പറഞ്ഞു, 50,000 രൂപയാണ് കേട്ടോ കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ അതിലെടുത്ത് ചോദിക്കേണ്ടതെന്ന് നിവിൻ തന്നെ പറയുന്നുണ്ട്. കാരണം അവർ കപ്പിൾസ് ആണല്ലോ, അധികം വേണ്ട. പിന്നെ അനുമോള് 10,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. അക്ബർ 40,000-ൽ കുറയാതെ കൊടുക്കും. അങ്ങനെ എല്ലാവരോടും കൂട്ടിയിട്ട് എനിക്ക് തോന്നുന്നു 1,60,000-ന് മുകളിൽ നിവിൻ ഇപ്പോൾ പൈസ ടോട്ടൽ ടാസ്ക് കളിച്ചില്ലെങ്കിലും കിട്ടിയിട്ടുണ്ട്. കൂടാതെ 15,000 രൂപ നിവിൻ സാബുമാന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാബുമാനാണ് ഏറ്റവും കുറവ് കിട്ടിയിരിക്കുന്നത്. 11,000 രൂപ എന്തോ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 15,000 രൂപ നിവിൻ കൊടുക്കുന്നുണ്ട്. അതിനാ ലാലേട്ടൻ നിവിൻ എല്ലാവരോടും പൈസ വാങ്ങിച്ച് കൊടുക്കുന്നതെന്നൊക്കെ പലർക്കും തോന്നിയേക്കാം. പക്ഷേ ലാലേട്ടൻ അതിലെടുത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ സൗഹൃദം പ്രേക്ഷകർ കാണട്ടെ എന്ന് കരുതിയിട്ടാണെന്ന്. പൈസക്കും മറ്റെല്ലാത്തിനും ഉപരി അവരുടെ മനസ്സിലൊരു സ്നേഹമുണ്ടല്ലോ. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കാൻ തന്നെ വന്നിരിക്കുകയാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ അവർക്കിടയിൽ ഒരു വീട്ടിൽ താമസിക്കുന്നതാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സ്നേഹമുണ്ട്. ആ ഒരു സ്നേഹം പുറത്തു പോകുമ്പോഴും ഉണ്ടാവട്ടെ. ആത്മാർത്ഥമായി തന്നെ ആഗ്രഹിക്കുന്നു. അവരുടെ സൗഹൃദം നല്ല രീതിയിൽ അസൂയയും കുശുമ്പും വാശിയും ഒന്നുമില്ലാതെ നല്ല രീതിയിൽ കാണാൻ നമുക്ക് കഴിയട്ടെ. നിവിൻ എന്തായാലും ഗംഭീരമായിട്ട് ടാസ്ക് എല്ലാം കളിച്ച് തിരിച്ച് വീടിനകത്തേക്ക് കയറി. ഇപ്പോൾ മറ്റൊരു ടാസ്ക് ലാലേട്ടൻ കൊടുത്തിരിക്കുകയാണ് കേട്ടോ. എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.